ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ നോക്കുന്നത് ഒരു വീടിൻ്റെ, അതായത് പഴയൊരു വീടാണ്, പഴയ സ്റ്റൈൽ വീടാണ്. പക്ഷേ എന്നാലും നമുക്ക് റീവയറിങ് ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കാണാൻ സാധിക്കും. അതായത് തേച്ച് കഴിഞ്ഞതിന് ശേഷം, അതായത് പഴയ വീടായതുകൊണ്ട് റീവയറിങ് സിസ്റ്റമാണ്. അതായത് പണ്ടത്തെ രീതിയിൽ എന്ന് വെച്ചാൽ ജംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്തതാണ്. അതെല്ലാം മാറ്റിയതിന് ശേഷം നമ്മുടെ ഇപ്പോഴത്തെ പുതിയ മോഡലിൽ മെറ്റൽ ബോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സ് വെച്ചിട്ട് ആദ്യം ഇവിടെ ഇരുന്നത് ഓൾറെഡി നമ്മുടെ മരത്തിൻ്റെ ബോക്സുകളായിരുന്നു. തേക്കിൻ്റെയൊക്കെ മരത്തിൻ്റെ ബോക്സുകളായിരുന്നു. അത് പൂതലിച്ച് അതുപോലെ തന്നെ ചീത്തയായി പോയതിന് ശേഷം നമ്മൾ പുതിയ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്പോൾ ചെയ്യുന്ന സമയത്ത് സർക്യൂട്ടുകൾ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ രീതി ചെയ്തിരിക്കുന്നത്. അതായത് AC-യുടെ എണ്ണം പണ്ടെന്നൊക്കെ വെച്ചാൽ ഏകദേശം ഒരു 20 വർഷം മുന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം മാറ്റിയതിന് ശേഷം പുതിയ AC-യുടെ രീതിയൊക്കെ കൊണ്ടുപോകുന്നതിന് പ്രത്യേക സർക്യൂട്ടുകളും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോകുന്നതിനും, പിന്നെ അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സ് തുരുമ്പൊടിക്കാത്ത രീതിയിലും ഉള്ള രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകളാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ എല്ലാ പൈപ്പുകളും തന്നെ 25 20 കൊടുത്തിരിക്കുന്നത്. പണ്ട് ഉപയോഗിച്ചിരുന്ന 16 പൈപ്പുകളാണ്. അതെല്ലാം മാറ്റി നമ്മുടെ 25 എന്ന് വെച്ചാൽ 25 എന്ന് വെച്ചാൽ 1 ഇഞ്ചിൻ്റെ പൈപ്പിന് 3/4 ഇഞ്ചിൻ്റെ പൈപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് സർക്യൂട്ട് കാര്യങ്ങളെല്ലാം വലിച്ചെടുക്കുന്നതിനും, ഇനിയാണെങ്കിൽ പുതിയ രീതിയിൽ നമുക്ക് AC-യുടെ സർക്യൂട്ടോ അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള സർക്യൂട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്നതിന് യാതൊരു തടസ്സമില്ലാത്ത രീതിയിലും, അതുപോലെ തന്നെ നമുക്ക് സീലിംഗ് വർക്ക് വരുന്നുണ്ട്. സീലിംഗ് വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ വരുന്നതിൻ്റെ പാനൽ ലൈറ്റ്സ് അതുപോലെ തന്നെ പാനൽ ലൈറ്റ്സ് ഇതെല്ലാം കൊടുക്കുന്നതിന് സെപ്പറേറ്റ് സീലിംഗ് വരുന്നതും, ഈ സീലിംഗ് ലൈറ്റ്സിന് വേണ്ടി സെപ്പറേറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന മെയിൻ ബോക്സ് നമ്മൾ 18 ബോക്സായിട്ട് 18 മോഡ്യൂളിൻ്റെ മെറ്റൽ ബോക്സായിട്ട് സ്റ്റീലിൻ്റെ ബോക്സായിട്ട് കൺവേർട്ട് ചെയ്തു. ഇതിപ്പോൾ ഓൾറെഡി ശരിക്കും നമ്മൾ ചെയ്തതിന് ശേഷം പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കറക്റ്റായിട്ട് വരണമെങ്കിൽ ചെറിയൊരു തടയും മുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാറണമെങ്കിൽ നമുക്ക് പുട്ടിയുടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നീറ്റായിരിക്കും. അപ്പോൾ പുതിയ വീട് പോലെ തന്നെ പുതിയ രീതിയിൽ തന്നെയുള്ള വയറിങ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീടിൻ്റെ വയറിങ് നമുക്ക് പഴയതായി എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് വീട് മാറ്റിക്കളയേണ്ട കാര്യമോ അല്ലെങ്കിൽ വീട് പൊളിച്ചുകളയേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കൊന്ന് ഇതുപോലെ തന്നെ സെപ്പറേറ്റ് കട്ട് ചെയ്തൊന്ന് മാറ്റി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ തന്നെ റെഡിയാക്കി കഴിഞ്ഞാൽ DB ആണെങ്കിൽ DB മാറ്റി വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. കാരണം പൊടി അല്പത്തിൽ കൂടുതലായിരിക്കുമെന്നേ ഉള്ളൂ. ഇപ്പോൾ നല്ല രീതിയിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ എന്നിരുന്നാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീട് പഴയ വീട് പുതിയ മോഡൽ സ്റ്റൈലിൽ വീടുകളിലേക്ക് പുതിയ ലെവലിലേക്ക് നമുക്ക് റേഞ്ച് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല പണ്ടൊക്കെ ആണെങ്കിൽ സോളാർ ഇല്ലാത്ത സ്ഥിതിക്ക് ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റെയറിൻ്റെ താഴെയായിരിക്കും വന്നിരിക്കുന്നത്. അതെല്ലാം മാറ്റി നേരെ മുകളിലേക്ക് നമ്മുടെ ടെറസിൻ്റെ ഏരിയയിലേക്ക് മാറ്റാനും, അതിന് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോളാർ പാനലിൽ നിന്ന് വരുന്ന ബാറ്ററിയിലേക്ക് വരുന്ന DC വോൾട്ടേജ് അധികം ലെങ്ത്ത് പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും മുകളിൽ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനും വളരെ ഉപകാരപ്രദമായ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ വെച്ചിരിക്കുന്ന വി ഗാർഡിൻ്റെ DB ആണ്, 8 DB ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏകദേശം ഒരു 8x3 ഫേസ് വരും. 24 MCB 24 സർക്യൂട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.